ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സത്യധർമാദികളെ കൈവിടാതെ നന്മയോടു കൂടിയിട്ട് ജീവിക്കുന്നവരും സ്വതന്ത്രമായിട്ടുള്ള ശീലം ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരുടെ ബാല്യകാലത്ത് കുറച്ചൊക്കെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും പിന്നീടുള്ള സമയങ്ങളിൽ ഇവരുടേതായിട്ടുള്ള ജീവിതത്തിലെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാലോ സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ. മിഥുനം രാശിയിലാണെങ്കിൽ 45 നാഴികയും കർക്കിടകം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിലെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭക്ഷണ കാര്യങ്ങളിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മെയ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ മെയ് മാസം 15-ാം തീയതി മുതൽ കർമാധിപനായിരിക്കുന്നതായ വ്യാഴം ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിവൃത്തിസ്ഥാനമായിട്ടുള്ള 7-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ ശുക്രൻ ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ട് മെയ് മാസം 15-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് മെയ് മാസം 15-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മെയ് മാസം 15-ന് ശേഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മെയ് മാസം 7-ാം തീയതി മുതൽ 23-ാം തീയതി വരെ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് 5-ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് മീനം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് വളരെയധികം അഭിവൃദ്ധിയും മനസ്സന്തോഷവും മനോബലവും എല്ലാം കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്.
തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കുടുംബത്തിലാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നതായിട്ടൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം കേതു 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ ഈ മെയ് മാസത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉചിതമായിട്ട് കാണുന്നു.